ഇനി നമ്മൾ 5 ഇയർ പ്ലാനുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യയുടെ വികസനത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച 5 ഇയർ പ്ലാനുകളെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്. 1950 റിപ്പബ്ലിക്കായ ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുകയും റഷ്യയെ പിന്തുടർന്നുകൊണ്ട് 5 ഇയർ പ്ലാനുകൾ ആരംഭിക്കുകയും ചെയ്തു. ആദ്യത്തെ 5 ഇയർ പ്ലാൻ 1951 തുടങ്ങി 1956 അവസാനിച്ചു. അത് ഹെറോൾഡ് ദാമോദർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അത് പൂർണ്ണമായും അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡലായിരുന്നു. ആ 5 ഇയർ പ്ലാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അഗ്രികൾച്ചർ സെക്ടറിൽ 2.1% ഇൻക്രീസാണ് ടാർഗറ്റ് ചെയ്തിരുന്നത് എങ്കിലും 3.6% അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി 1956 തുടങ്ങി 61 വരെ നീണ്ടുനിന്ന ഒരു പദ്ധതിയാണ്. PC മഹാലനോബിസിൻ്റെ ഒരു ഐഡിയയായിരുന്നു നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി. അദ്ദേഹത്തിൻ്റെ പേര് ഉർദിൻ. ഇത് ശരിക്കും 2 സെക്ടറിൻ്റെ വികസനം ഉദ്ദേശിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് അഗ്രികൾച്ചറിൻ്റെ വികസനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ കൂടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കൂടെ ഒരു വികസനം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 4.5% ആണ് ടാർഗറ്റ്. പക്ഷേ 4.1% നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചുള്ളൂ എങ്കിൽ പോലും അത് അന്നത്തെ കാലത്ത് ഒരു വൻ വിജയം തന്നെയായിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ സോവിയറ്റ് റഷ്യയുടെ സഹകരണത്തോടുകൂടി ഭിലായ് സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കൂടെയാണ്. അതുപോലെ തന്നെ റൂർക്കല, വെസ്റ്റ് ജർമ്മനിയുടെ സഹകരണത്തോടുകൂടി റൂർക്കല പ്ലാന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ദുർഗാപൂർ പ്ലാന്റ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ സഹായത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ശരിക്കും 2 സെക്ടർ എയിം ചെയ്തിട്ടുള്ള, അതായത് ഇൻഡസ്ട്രിയുടെ കൂടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട 3 സംഭാവനകളാണ് ഈ USSRും ജർമ്മനി UK-യുമായി ചേർന്ന് 3 സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചത് എന്നുള്ളത് തന്നെ പറയാം. അതുപോലെ നമ്മളുടെ ഈ കോച്ച് ഫാക്ടറി ഉണ്ട് പെരുമ്പത്തൂരിൽ. ആ കോച്ച് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തതും ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി, ട്രെയിനിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്ന ലോക്കോമോട്ടീവ് ഫാക്ടറിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത 3-ാം പദ്ധതി 1961 സ്റ്റാർട്ട് ചെയ്തു. 1966 അത് കംപ്ലീറ്റ് ആയത്. അതിനെ നമ്മൾ ഗാഡ്ഗിൽ യോജന എന്നാണ് വിളിക്കുന്നത്. അതിലെ ഒരു സെൽഫ് റിലയൻസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ എക്കണോമി സ്വയം ജനറേറ്റ് ചെയ്യാനുള്ള പദ്ധതികളായിരുന്നു അതിൽ വിഭാവന ചെയ്തിരുന്നത്. അതിൻ്റെ ടാർഗറ്റ് 5.6% ആയിരുന്നു. പക്ഷേ നമുക്കതിൻ്റെ പകുതിയോളം മാത്രമേ അച്ചീവ് ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അടുത്ത പദ്ധതി നമ്മൾ 1966 സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ 1966 മുതൽ 69 വരെ നമുക്ക് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് യുദ്ധം വന്നു. അതുപോലെ തുടർച്ചയായിട്ട് 2 വർഷം നമ്മൾ വരൾച്ചയെ നേരിട്ടു, കൃഷിനാശം വന്നു. ഈ കാരണങ്ങളാൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇല്ലാത്തതിനാൽ ശരിക്കൊരു പ്ലാൻ ഹോളിഡേ എന്നാണ് ഈ കാലഘട്ടത്തെ അറിയപ്പെടുന്നത്. 1966 മുതൽ 69 വരെയുള്ള കാലഘട്ടം പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെടും. പിന്നെ 1969 മുതൽ 74 വരെ ഉള്ള 4-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഫേമസായ ഗരീബി ഹഠാവോ എന്ന ഈ പോവർട്ടി റിമൂവലിന് വേണ്ടിയുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഗാഡ്ഗിൽ ഫോർമുല
നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതായത് ശരിക്ക് ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ് എന്നാണ് അതറിയപ്പെടുന്നത്. 5.7% ടാർഗറ്റ് ഉണ്ടായിരുന്നു. 1974 മുതൽ 79 വരെയുള്ള 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പോവർട്ടി റിമൂവൽ തന്നെയായിരുന്നു. അതിന് ഇപ്രാവശ്യം DP ധർ എന്ന് പറയുന്ന ആളുടെ ഫോർമുലയാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കിയത്. ശരിക്ക് 4.4% ആയിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിലും നമുക്ക് 4.8% അതിൽ അച്ചീവ്മെൻറ്റ് നേടാൻ സാധിച്ചു. ഇതിനിടയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 1979 വരെയാണ് നമ്മൾ ആ 5 ഇയർ പ്ലാൻ വിഭാവന ചെയ്തിരുന്നത് എങ്കിലും 78-ൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി നമ്മൾ ഒരു വർഷം നേരത്തെ ഈ പഞ്ചവത്സര പദ്ധതി ക്ലോസ് ചെയ്യുകയും 78 മുതൽ 83 വരെ ജനതാ പാർട്ടിയുടേതായ രീതിയിൽ ഗുണാർ മിട്രൽ ഡിസൈൻ ചെയ്തൊരു പ്ലാൻ താൽക്കാലികമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. 78 മുതൽ 83 വരെയുള്ള ആ പ്ലാൻ, അതായത് നമ്മൾ 79-ൽ അവസാനിക്കേണ്ടിയിരുന്ന 5 ഇയർ പ്ലാൻ അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് ക്ലോസ് ചെയ്ത ശേഷം ജനതാ പാർട്ടിയുടെ വകയായിട്ട് പുതിയ 5 ഇയർ പ്ലാൻ ഡിസൈൻ ചെയ്ത് 78 മുതൽ 83 വരെ അവതരിപ്പിച്ചു. അതിനെ ഗുണാർ മിട്രൽ എൻ്റെ പ്ലാനായിട്ടാണ് നമ്മൾ കാണുന്നത്. 1980 മുതൽ 85 വരെയായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതി. അത് പൂർണ്ണമായും പോവർട്ടിയുടെ റിമൂവൽ തന്നെയാണ്. പക്ഷേ ആ പോവർട്ടി റിമൂവൽ നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വഴിയാക്കുക എന്നുള്ളതായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം. അത് 5.2% ആയിരുന്നു ടാർഗറ്റെങ്കിൽ 5.7% നമുക്കതിൽ അച്ചീവ്മെൻറ്റ് നേടാൻ സാധിച്ചു. 85 മുതൽ 90 വരെ ഉണ്ടായിരുന്ന 7ാം പദ്ധതി പ്രകാരമാണ് നമ്മൾ ഈ ഫുഡ്, വർക്ക്, പ്രൊഡക്ടിവിറ്റി ഈ 3 കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചത്. ഒരു പരിധിയിൽ കൂടുതൽ അതിൽ വിജയിപ്പിക്കാൻ സാധിച്ചു. അതായത് 5% ആയിരുന്നു ടാർഗറ്റെങ്കിൽ അത് 6% ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അപ്പോൾ ഫുഡിൻ്റെ ഉൽപ്പാദനം, അതുപോലെ സിറ്റിസൺസിനുള്ള ജോലി, അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂട്ടൽ, ഇത് 3ഉമായിരുന്നു 7th 5 ഇയർ പ്ലാനിൻ്റെ പ്രധാന. പിന്നെ 1990 മുതൽ ഈ പ്രധാനമന്ത്രിമാർ മാറുക, അതായത് VP സിംഗ്, ചന്ദ്രശേഖർ, ചരൺ സിംഗ്, ഇങ്ങനെ ചില പ്രധാനമന്ത്രിമാരുടെ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ഒരു ഇൻസ്റ്റെബിലിറ്റി കേന്ദ്രത്തിലുണ്ടായതുകൊണ്ട് നമുക്ക് 90 അടുത്ത 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം 1992 മുതൽ 97 വരെയുള്ള 8th 5 ഇയർ പ്ലാനാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ നരസിംഹ മോഹൻ മോഡൽ പറയുന്നത്. അതായത് നരസിംഹറാവു പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയുമായിട്ട് വന്ന് പ്രൈവറ്റൈസേഷൻ നടപ്പാക്കി, ലിബറലൈസേഷൻ കൊണ്ടുവന്നു, ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നു. അങ്ങനെ സാധാരണക്കാരൻ്റെ ആ ലൈഫ് ക്വാളിറ്റി ഉയർത്തുന്നതിനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. അതായത് ലോകത്ത് അവൈലബിളായിട്ടുള്ള പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതുപോലെ ഫുഡ് ഐറ്റംസും ഇതെല്ലാം ഇന്ത്യക്കാരനെ പരിചയപ്പെടുത്തുന്ന, അല്ലെ ഇന്ത്യയുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന രീതിയിലുള്ളൊരു പദ്ധതിയായിരുന്നു 1992-97 വരെ ഉണ്ടായിരുന്ന 8th പ്ലാനിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത. അതിന് 5.6% ടാർഗറ്റ് ഉണ്ടായിരുന്നു. 6.8% നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിനെ തുടർന്ന് 1997 മുതൽ 2002 വരെ 9ാം പ്ലാൻ, 9ാമത് പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിജയിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം അന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു റിസഷൻ നടക്കുന്ന സമയമാണ്. ഒരു സാമ്പത്തിക മാന്ദ്യം ഇൻ്റർനാഷണൽ ലെവലിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായത് കൊണ്ട് നമുക്ക് അത് പദ്ധതി ഒരു പരിധി വരെ മാത്രമേ വിജയിപ്പിക്കാൻ സാധിച്ചുള്ളൂ. അതായത് 6.5% ടാർഗറ്റ് ഉണ്ടായിരുന്നത് 5.4% ടാർഗറ്റിൽ നമുക്ക് നിർത്തേണ്ടി വന്നു, ഒതുക്കേണ്ടി വന്നു. എങ്കിലും ആ ജസ്റ്റിസിന് വേണ്ടിയും അതുപോലെ എക്കണോമിക്കൽ ഇൻഇക്വാലിറ്റിക്ക് മാറ്റുന്നതിന് വേണ്ടിയൊക്കെ നടത്തിയ ആ ഒരു പദ്ധതി ഒരു പരിധി വരെ മാത്രമേ വിജയമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. 2002 സ്റ്റാർട്ട് ചെയ്ത് 2007 അവസാനിപ്പിച്ച 10ാം
പഞ്ചവത്സര പദ്ധതിയിൽ നമ്മുടെ പ്രധാന ലക്ഷ്യം GDPയുടെ ഉയർച്ച, അതായത് 8% GDP എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. 7.6% അത് എത്തിക്കാൻ സാധിച്ചു. 2007 മുതൽ 2012 വരെയുള്ള 11ാം പഞ്ചവത്സര പദ്ധതി, അത് അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രി സെക്ടർ, സർവീസ് സെക്ടർ, ഈ മൂന്നും കൂടെ ചേർത്തിട്ട് ഒരു 9% ടാർഗറ്റാണ് അവർ ലക്ഷ്യമാക്കിയിരുന്നത്. അത് 7.9% അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതാണ് 11ാം പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര പദ്ധതി പിന്നീട് 2012 മുതൽ 2017 വരെ പ്ലാൻ ചെയ്യുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു 4% ഇൻക്രീസ്, ഇൻഡസ്ട്രി സെക്ടർ 9.6 ഇൻക്രീസ്, സർവീസ് സെക്ടർ 10% ഇൻക്രീസ്, ഇങ്ങനെ ഓവറോൾ ഒരു 8% ഇൻക്രീസ് ടാർഗറ്റ് ചെയ്ത തുടങ്ങിയ അത് ഇൻകംപ്ലീറ്റായി. അതായത് പിന്നെ നമ്മൾ നീതി ആയോഗിലേക്ക് വരികയാണ്. 2015 ജനുവരി നീതി ആയോഗ് ആരംഭിച്ചതോടുകൂടി 5 ഇയർ പ്ലാനിൻ്റെ പരിപാടി സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു.